ആരിഫ നാറി ഇതെല്ലാം ഒറിജിനൽ ആടി മൂദേവി. ഇതെല്ലാം ഒറിജിനൽ ആണ്. നിനക്കൊക്കെ ഇത് സ്വപ്നം കാണാൻ പറ്റുമോ? അത്രയും മുതലുണ്ട് ഇതില്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിയുന്നത് നമ്മൾ ചെറിയ കുട്ടികളൊന്ന് കേൾക്കാതിരിക്കാനും കാണാതിരിക്കാനും ശ്രദ്ധിക്കുക. അത്ര എനിക്ക് ആദ്യം പറയാനുള്ളൂ. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ഇങ്ങനെ കെട്ടിയത് എന്താന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോന്റെ കമന്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ കെട്ടി, അത്രേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ചെയ്തിരുന്നു. പിന്നെ അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ ഞാനിതിങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എന്റെ ഒരു ഇഷ്ടം, എനിക്കൊരു അങ്ങനെ തോന്നിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വേറെ ഒന്നല്ല, വേറെ ഒരു വിഷയമല്ല. അപ്പൊ എന്റെ DP കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നിട്ട് കുറെ ആൾക്കാർ വാട്സപ്പിൽ വന്ന് പറഞ്ഞിരുന്നു. പിന്നെ മനസ്സിലാവാത്ത കാരണമാണ് വീഡിയോ ഞങ്ങൾ കാണാത്തത്. അപ്പൊ ആർക്കഥ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ DP എങ്കിലും ഒന്ന് മാറ്റിയെന്നാണ്. അങ്ങനെ DP ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. രണ്ടാളെ എങ്ങനെ എത്തിച്ചേർന്നു? ഷാജിക്ക് എന്തൊക്കെയോ കൊടുത്തു. ഷാബിത്താന്റെ കയ്യിലുള്ള 2 വള തന്ന്, കയ്യിലുള്ള രണ്ട് വള തന്ന്, ഒരു മോതിരം തന്ന്. ഷാബിത്താന്റെ ഇതെല്ലാം ഒറിജിനൽ ആണ്, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പറയുന്ന നാറികൾക്കുള്ളതാണ്. മലപ്പുറം എന്താണ് ആരിഫ നാറി ഇതെല്ലാം ഒറിജിനൽ ആടി മൂദേവി. ഇതെല്ലാം ഒറിജിനൽ ആണ്. നിനക്കൊക്കെ ഇത് സ്വപ്നം കാണാൻ പറ്റുമോ? സ്വപ്നം കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങിയായിട്ടൊരു നോട്ടം കള്ള ഇങ്ങനെ ആക്കിയിട്ടുള്ള എന്തോ അടിച്ചിട്ട് മാതിരിയുള്ള ഒരു നോട്ടം ഇങ്ങനെ വരച്ചിങ്ങാണ്ടുള്ള ആ ഒരു നോട്ടം കണ്ട അതെന്താല്ലേ സംഭവമാണ്. ഇവളിന്നെ മൂദേവിന്ന്, പിന്നെന്താ വിളിച്ചത് നാറിന്ന്. ഞാന് ഈ സബ്ജക്റ്റ് ഒക്കെ വിട്ട് ഞാൻ എന്റെ ആലെ വിജയിച്ചിട്ട് പോവാം. ഒന്നാമത്തത് എനിക്ക് സമയമില്ല. എന്താണ് അപ്പൊ ഈ സുബർ എന്താ പറയുന്നത് നോക്ക്. ഇവള് പറഞ്ഞ എനിക്ക് സ്വപ്നം കൂടെ കാണാൻ പറ്റാത്ത സംഭവമാണ് ആര് സാബിറാന്റെ കയ്യിലും കാലിലുള്ളതെന്ന്. ഇത് ഇവൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവള് മെല്ലേനെ അരിച്ച് അവിടെ എത്തിക്കുന്നത്. കാരണം ഇതുവരെ പിടിച്ചിരുന്ന പല ആൾക്കാർ തന്നെ അവർക്ക് കാണിക്കാൻ പറ്റാവുന്ന അത്ര അപ്പം കാണിച്ച്, പിന്നെ ഒരു അപ്പല്ലുള്ളൂ ആകണേ, എത്ര ആൾക്കാർക്ക് കാണിക്കണം? അപ്പം കാണിച്ച്, പിന്നെന്താണ് മുല കാണിച്ച്, അത് കാണിച്ച്, ഇത് കാണിച്ചൊക്കെ കൊടുത്ത് മാക്സിമം ഊറ്റാവുന്നൊക്കെ ഊറ്റി. പിന്നെ ഈ കണ്ട ആൾക്കാർക്ക് ഇതന്നെ അവർ അപ്പുറപ്പുറം പാസ് ചെയ്യുന്ന കാരണം അവർക്ക് ഇത് കണ്ട് മടുത്തുക്കണം. അതിനകത്തുള്ള എന്താ പറയാ 22 ക്യാരറ്റൊന്നല്ലല്ലോ. അതിപ്പോ ഇത്രന്നുണ്ട് കാണല്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇനി ആരും വീഴില്ല. ഇനിയിപ്പൊ ഇങ്ങനെയുള്ള സംഭവം പോയി പിടിക്കുക, അതായത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് ജീവിക്കുക. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ അടുത്ത് ഒട്ടി പോയിട്ട് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കഥയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അപ്പോ ഈ നാറി ഉണ്ടല്ലോ, സാജിദ നാറിക്ക് ഇത് സ്വപ്നം പോയിട്ട് മണം പോലും കിട്ടൂല. പക്ഷെ ഇവളെ പോലെ തെണ്ടിത്തരം മറ്റുള്ളവർക്ക് അപ്പം കാണിച്ചു കൊടുത്തിട്ടും മുല കാണിച്ചു കൊടുത്തിട്ടും പൈസ മേടിക്കേണ്ട ഗതികേടും ഉണ്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുമില്ല. നമ്മളതൊക്കെ കണ്ടിട്ട് വന്നതെന്നാണ്. ഇത്രയും കാലത്തിനുള്ളിൽ നമ്മൾ അത് കണ്ടും ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തൊന്നല്ല, ഇവള് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ എന്തൊക്കെ കണ്ടിക്കണി, ഞാൻ എന്തൊക്കെ സ്വപ്നം കാണുന്നുണ്ട്, ഞാൻ എന്തൊക്കെ സ്വപ്നം കാണാത്താണെന്നുള്ളത് ഇജ്ജ് നോക്കണ്ട. എന്റെ ആയുസിൽ 7 ജന്മം ജനിച്ചാൽ പോലും ജി 5 മക്കളെയും വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, ഒന്നും ആവാനും പോണില്ല. എന്താ വെച്ചാല് ആദ്യം തന്നെ ജി മുൻകൂട്ടി ഇത്രയും അഹങ്കാരമുള്ള വർത്താനം പറഞ്ഞതുകൊണ്ട് അതുപോലെ ഒന്നും നമ്മൾ അഹങ്കാരം പറഞ്ഞു നടക്കുന്നില്ല. ഒരു ആണിന് ഒരു പെണ്ണായിട്ട് ഒതുങ്ങാത്ത ജി, ഒരു വീട്ടില് നല്ലൊരു ഭാര്യയായിട്ട് ഒതുങ്ങാത്തത്, അങ്ങനെയുള്ള ഒരു പെണ്ണാണ് ജി. ആ ജി എന്റെ ക്വാളിറ്റി എന്താണെന്ന് ലോകം മൊത്തം അറിഞ്ഞ കഥയാണ്. അപ്പൊ പിന്നെ ഇനി മറ്റുള്ളവരെ അങ്ങോട്ട് പറഞ്ഞിതാക്കേണ്ട ആവശ്യമില്ല. സ്വർണത്തിന്റെ കാര്യമല്ലേ, അത് കുഴപ്പമില്ല. ഇനിയിപ്പൊ ഞാന് അത് കണ്ടില്ലാന്ന് കൂട്ടിക്കോ, എനിക്കത് കിട്ടിയില്ലാന്ന് കൂട്ടിക്കോ, എനിക്ക് സങ്കടമൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്റെ മാതിരി ഷോപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട്, മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാറും പിടിച്ചിട്ട് ആൾക്കാരായിട്ട് എന്താണ് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് തെണ്ടാനൊന്നും ഞാൻ നിന്നിട്ടില്ല. ഇജത് വിചാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ സ്ഥാപനം ഇട്ട്. അതാണ് ഞാൻ. അല്ലാതെ നീ ഇന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റിയിരുന്നോ ഇതുപോലൊരു സ്ഥാപനം? ഈ സ്ഥാപനം സ്വപ്നം കണ്ടല്ലോ, ഡയലോഗും കഴിച്ചിട്ട് ഉദ്ഘാടനം കഴിച്ചാൽ നടന്നല്ല, സിംഗറും കൂട്ടിയിട്ട്. എന്നിട്ട് എന്തായി? അതാണ് പറയുന്നത്. അപ്പൊ അതൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂല. എന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഒപ്പം ചെത്തൂല്ല, അത് ഈ ജന്മം ചെത്തൂല, അത് വേറെ കാര്യം. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടിക്കണെന്നും ഏതൊക്കെ സ്വപ്നം കണ്ടിട്ടില്ല എന്നുള്ളത് ഇജ്ജ് നോക്കണ്ട. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ലെസ്ബിയൻ കപ്പിൾസിന്റെ ബാക്കി കഥ എടുക്കാലോ.
അതൊന്നും കേട്ടോ നമുക്ക്. സാബിത്താന്റെ ഡാൻസ് അടിപൊളി. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചു? ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചു. ഞങ്ങൾ ഒന്നിച്ച ഓൺലൈനിൽ കൂടി ഒന്നിച്ചളെ ഭയങ്കര പ്രേമായിരുന്നു ഓൺലൈനിൽ കൂടി. അങ്ങനെ ഓൾ എന്നെ പ്രേമിച്ച് ഞാൻ ഓളെയും പ്രേമിച്ച്. നിങ്ങളെ കൂടെ ഒരു ദിവസം ഒളിച്ചോടുവാണ്. അങ്ങനെ ആരും കാണാതെ ഒളിച്ചോടിട്ട് എൻ്റെ ഇട വന്ന് ഇവിടെ വന്നപ്പോ സാബിത്താന്റെ മാപ്പിള ഉണ്ട് ഇവിടെ വന്നോക്കുന്നേരം ഒളിച്ചോടുമ്പം പറഞ്ഞു അല്ലാ എൻ്റെ അവീന താവിടാനെ തരൂലെന്ന് പറഞ്ഞു. അപ്പൊ അവളെ പിടിച്ച് പുരയിലിട്ട് പൂട്ടി. വരണ്ട പ്രേമം. ലെസ്ബിയൻ കപ്പിൾസ് വരണ്ട് ഇപ്പൊ പ്രേമം മൂത്തിട്ട് ആണ്ട് പോന്നിക്കാണെന്ന്. ചേരേണ്ടതേ ചേരുള്ളൂ. നമ്മൾ ഈ കക്കൂസ് തോണ്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ കക്കൂസ് മാലിന്യം തോണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാറി നിന്നതാണ്. അപ്പൊ അവള് നമ്മളെ വിളിച്ചിട്ട് പറയാം. ഇതിവിടെ മെയിൻ സ്വഭാവമാണ്. ആരെങ്കിലും ഒന്ന് തോണ്ടി പറയാം, എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് ആർക്കെങ്കിലും ഇട്ട് ഡോസ് കൊടുക്കുക. എന്നാലെന്താ, ആരെങ്കിലും പോയിട്ട് ആ ആൾക്കാരോട് പറയും ചെയ്യും, അവര് അതും കൊണ്ട് വരും ചെയ്യും. എന്നിട്ട് ആദ്യമേ കൂടെ ഇവർക്ക് 10 തേറിയുണ്ട് പറഞ്ഞിട്ട് ആസ്വദിക്കണം. ഇത് ഇവിടെ സ്വഭാവമാണ്. ആ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഇവൾക്ക് തെറി പറയാനും മുട്ടിയിട്ടാണ് ഇവള് കിടന്ന് കളിക്കുന്നത്. അതാരും അറിയണില്ല. അപ്പൊ ഇപ്പൊ ഇവൾക്ക് തെറി പറയാൻ മുട്ടിയത് ഇന്നെ പറയാനാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞോ? ഇല്ല. സാബിത്താന്റെ സ്വർണം അല്ലെ ജ്വല്ലേഴ്സ് സ്വർണ്ണാണെന്ന് ഇവൾക്ക് ഇത്ര വിഷമത്താലെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതിമ കെട്ടി തൂങ്ങണത് എന്താ? സാബിത്താന്റെ അടുത്ത് അടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അത് ഇനി അവിടുന്ന് എന്തെങ്കിലും കിട്ടുന്ന വരെ തൊട്ടും തൊടിഞ്ഞിട്ട് പോയും വരലും ഉണ്ടാവും. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് നോക്കേണ്ടത്. പട്ടിനെടുക്കള നല്ല പോലെ അന്തസ്സായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പാകണ്ടടി എനിക്ക് നല്ല രീതിയിൽ. അങ്ങനത്തെ ഇജ്ജാണ് മറ്റുള്ളവരോട് സ്വപ്നം കാണുന്നതിനെ പറ്റി പറഞ്ഞത് ആണോ? ഇജ എവിടെ കിടക്കണേ? ഞാനെവിടെ കിടക്കണേ? ഞാൻ എങ്ങനെ കിടന്നാലും ഒരു ഭർത്താവിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. എന്നെ പോലല്ല. ഭർത്താവിന് ഒതുങ്ങാതെ ഭർത്താവ് കെട്ടി തൂങ്ങി ചത്ത ഇജ ഒരാണ് പോലെ എന്നെ കെട്ടാൻ വരാനില്ല. അതിന് ആൾക്കാർ പേടിച്ച് പിന്നിക്ക് നിൽക്കുക. ഇജ എത്ര എണ്ണത്തിന് പോയി പിടിച്ചോടുന്നാലും ആൾക്കാർ വരാൻ തയ്യാറല്ല. എന്താ? ഇതൊരു പെണ്ണല്ലേ? വരൂല. എന്തുകൊണ്ടാ? അതൊരു യക്ഷിക്കോലാണ്. യക്ഷിയായിട്ടാണ് വേണ്ട പുറത്തേക്ക് വരിക. ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ജീവന് പേടിയില്ലാത്തവരാരും ഇല്ലല്ലോ. എത്ര എണ്ണത്തിന് ഇനി കൊലക്ക് കൊടുക്കും അങ്ങനെയാണെങ്കിൽ? ആ ഒരു ഇതുകൊണ്ടാണ് ആൾക്കാർ വരാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നാറി എന്ന് വിളിക്കാൻ, എടി പര നാറി ചെറ്റേ, എടി സുബറേ, അനക്കേ അതൊക്കെ പറ്റുള്ളൂ കേട്ടോ. കാരണം നിനക്ക് നാറിന്നും ചുറ്റത്തെറികളും ഒക്കെ പറഞ്ഞ് ഉളുപ്പ് കെട്ടിട്ടേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ ശീലായി പോയിരുന്നു. എടി അന്റെ ഗോൾഡല്ലല്ലോ പറഞ്ഞത് നാറി. ഞാൻ സാബിറനെ മരുവളൊന്നല്ലല്ലോ ജി, അല്ലല്ല. ഞാൻ അതാവാൻ പോയിട്ട് അവരുടെ കുടുംബം കളിക്കാൻ നിൽക്കണ്ട, മനസ്സിലായ? ആറ്റിങ്ങളെ കുടുംബം കൂടെ കളിക്കാനും വേണ്ടിയിട്ടുള്ള പോക്കാണ് പോണത്. എന്നിട്ട് സാബിറാന്റെ സ്വർണം പറഞ്ഞിരിക്കണ സാബിറാക്ക് അടി ചെയ്തോ? സാബിറ പറയും വിജയ് നത്താശ പിടിച്ച് പറയണ്ട, അന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് സ്വപ്നം കാണാൻ പോയിട്ട് എൻ്റെ അടുത്ത് മണം പോലും കിട്ടുന്നില്ല, അതുമില്ല. എന്തിനു ഇങ്ങനെ കിടന്ന് അറിയണം? ആരാന്റെ ചോറ്റിനും വേണ്ടിയിട്ട് എന്തിന് പാണതമ്മിൽ അടിപിടി കൂടുന്നത്? അന്റെ ആ സ്വഭാവം ഒന്നും ഒരു കുട്ടിക്ക് ഒരു മനസ്സിനുമില്ല, നമ്മക്ക് ആർക്കും ഇല്ല. എനിക്കുള്ളത് ഇതേപോലെ കാണിച്ചു കൊടുക്കലും താക്കലൊക്കെ. ഇത് കുറെ നെളിഞ്ഞു പിഴിഞ്ഞിതാക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ കണ്ടതാണ് എന്താണ് ഏതൊക്കെ എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തിനൊക്കെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം? എവിടെയാണ് ഇത് മേബ കളിക്കണ്? ഉളുപ്പുണ്ടടി, ഉളുപ്പ്. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിട്ട് നടക്കണ്. എന്ത് കണ്ടിട്ടടിക്കുന്ന കളിക്കണ്? എനിക്കറിയില്ല എന്ത് കണ്ടിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഒന്ന് സോക്കേട് വന്ന് കിടന്നാലും ഒന്ന് നോക്കാൻ പോലും ഒരു പെൺകുട്ടി പോലും ഇല്ല. പെൺകുട്ടികളെ കൊടുക്കല് നല്ല മനസ്സുള്ള സ്ത്രീകൾക്കാണ്, രക്ഷിതാക്കൾക്കാണ്. അള്ളാഹ്ക്കറിയാം എനിക്ക് പെൺകുട്ടീനെ തന്നെ ആ പെൺകുട്ടീനെ അധോഗതിയാണ്, അതുകൊണ്ടാണ് തരാത്തത്. നമുക്ക് കാണും പെണ്ണിന് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു തന്നിട്ടുണ്ട്, മനസ്സിലായില്ല? അപ്പോഴേ നാറി സാജിദ, എന്നോട് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം, ജിന്റെ സ്വപ്നം നോക്കണ്ട, ജി അന്റെ സ്വപ്നം നോക്ക്, മനസ്സിലായില്ലേ? ഞാൻ സ്വപ്നം കാണുന്നുണ്ടോ? അത് ഞാൻ നേടിയെടുത്തിട്ടുമുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് ആക്കിയിട്ടുണ്ട്. ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇനി ഇവര് രണ്ടാളും കൂടെ അപ്പം ചുട്ട് കഴിക്കും.